6 ഹോട്ടലിൽ പഴകിയ ഭക്ഷണമാണിത്. ഇതിനകത്ത് 2-3 ഹോട്ടലുകൾ ഇതുപോലെ തന്നെ നിരന്തരം പറഞ്ഞിട്ടും കോർപ്പറേഷന് വില വയ്ക്കാതെ മൂന്നാമത്തെ പ്രാവശ്യം പിടിച്ചിട്ടുള്ള ഹോട്ടലുകളുണ്ട്. ആ ഹോട്ടലുകളൊക്കെ ഇപ്പോൾ നമ്മൾ പൂട്ടാൻ തന്നെയാണ് തീരുമാനം. അതിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായി നടപടിയെടുക്കും. തൃശൂർ പൂരം വരികയാണ്. അതിനു മുമ്പേ തന്നെ തൃശൂർ നഗരത്തിൽ വ്യാപകമായ പരിശോധനയാണ് തൃശൂർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, തൃശൂർ കോർപ്പറേഷൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഭാഗമായിരുന്നു. അതിൽ നിന്നും 6 ഹോട്ടലുകൾ, അതായത് അരമന ഹോട്ടൽ, സീപോർട്ട്, അതുപോലെ ആലിയ, കുക്കുഡോർ തുടങ്ങി 6 ഹോട്ടലുകൾക്കെതിരെയാണ് ഇപ്പോൾ ഈ പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടിയിരിക്കുന്നത്. നമ്മോടൊപ്പം കോർപ്പറേഷൻ മേയർ തന്നെ ചേരുന്നുണ്ട്. ഇപ്പോൾ 6 ഹോട്ടലുകളല്ലേ നിലവിൽ ഇന്ന് ഈ പരിശോധനയിൽ പിടികൂടിയിരിക്കുന്നത്? 6 ഹോട്ടലുകളാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അറിയാം, തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ ഉത്സവമാണ് തൃശ്ശൂർ പൂരം. അത് 6-ാം തീയതി തുടങ്ങി വെച്ചാൽ ഭക്ഷണം കിട്ടാതെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഓൾറെഡി ഉണ്ട്. എന്നിരുന്നാലും നിരന്തരം ഹോട്ടലുകാരെ വിളിച്ചു വരുത്തി അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും നല്ല ഭക്ഷണം കൊടുക്കണം. അതിനകത്ത് ഒരു കോംപ്രമൈസും കോർപ്പറേഷനില്ല. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പോലും, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഏകദേശം 15-16 ലക്ഷം ജനങ്ങൾ ഒരുമിക്കുന്ന സ്ഥലമാണിത്. അതിനകത്ത് ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അത് ധിക്കരിച്ചുകൊണ്ട് വീണ്ടും വന്നിട്ടുള്ള ഹോട്ടലുകളിനകത്തുണ്ട്. അരമന ഹോട്ടൽ, ഹോട്ടൽ സീഫോർട്ട്, ഹോട്ടൽ ആലിയ, തൊറാട്ടി, ചുരുട്ടി, കുക്ക്ഡോർ എന്നിവകളിൽ നിന്നാണ് ഇപ്പോൾ ഈ പഴകിയ ഭക്ഷണം 6 ഹോട്ടലിൽ പഴകിയ ഭക്ഷണമാണിത്. ഇതിനകത്ത് 2-3 ഹോട്ടലുകൾ ഇതുപോലെ തന്നെ നിരന്തരം പറഞ്ഞിട്ടും കോർപ്പറേഷന് വില വയ്ക്കാതെ മൂന്നാമത്തെ പ്രാവശ്യം പിടിച്ചിട്ടുള്ള ഹോട്ടലുകളുണ്ട്. ആ ഹോട്ടലുകളൊക്കെ ഇപ്പോൾ നമ്മൾ പൂട്ടാൻ തന്നെയാണ് തീരുമാനം. അതിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായി നടപടിയെടുക്കും. നടപടി ഉണ്ടാകും. റെയ്ഡ് തുടരും. പൂരമാണ് വരുന്നത്. ഈ റെയ്ഡ് എത്ര വലിയ ഹോട്ടലായാലും, അതുപോലെ തന്നെ ഏത് ചെറിയ ഹോട്ടലായാലും, തട്ടുകടകൾ അടക്കം റെയ്ഡ് നടത്താനുള്ള ഒരു സംരംഭം നമ്മൾ ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ചേരുന്നു. സാർ, ഇപ്പോൾ ഏതൊക്കെ ഹോട്ടലാണ് സാർ ഒന്നിലധികം തവണ പിടികൂടിയിരിക്കുന്നത്? ഇതിൽ പ്രധാനമായിട്ട് ഹോട്ടൽ അരമന, അതുപോലെ തന്നെ ആലിയ, അതുപോലെ സീഫോർട്ട്, കുക്ക്ഡോർ, ഇതുപോലെ നേരത്തെ മേയർ പറഞ്ഞ കണക്കുള്ള ഹോട്ടലെല്ലാം തന്നെ നേരത്തെ 2-3 പ്രാവശ്യം നമ്മൾ സ്ക്വാഡ് പരിശോധന നടത്തിയിട്ടുള്ളതാണ്. വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇവർ അത് തെറ്റിച്ചുകൊണ്ട് വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ പഴകിയതും ഉപയോഗശൂന്യവുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പന നടത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ സ്ക്വാഡ് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് സ്ക്വാഡുണ്ട്. രാവിലെ സ്ക്വാഡ് കൃത്യം 6 മണിക്ക് തന്നെ ഇറങ്ങിക്കൊണ്ട് ഇത്രയും ഹോട്ടലുകളിൽ പരിശോധന നടത്തി. അത് പിടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങൾ നമ്മൾ നശിപ്പിക്കാനായിട്ട് ഇപ്പോൾ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ, അതുപോലെ വൃത്തിയില്ലായ്മ, ശുചിത്വമില്ലായ്മ, ഹെൽത്ത് കാർഡ് ഇല്ലായ്മ, ലൈസൻസ് എടുക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ ഇനി തുടർന്ന സ്ക്വാഡുകളിൽ നമ്മൾ നടത്തി വരികയാണ്. ഈ ഹോട്ടലുകളെല്ലാം തന്നെ 2ാം തവണയാണ് അതുകൊണ്ട് പൂട്ടാനുള്ള നടപടിയിലേക്ക് പോകുന്നത്? അതെ. ഇനി ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് സാധനങ്ങൾ പിടിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നാൽ അതിന്റെ നിയമപരമായിട്ടും ഡിപ്പാർട്ട്മെന്റായിട്ടും പൂട്ടുന്നതാണ്. നിലവിൽ ഇപ്പോൾ മേയർ പറഞ്ഞ പോലെ പൂട്ടാനുള്ള നടപടിയുള്ള ഹോട്ടലുകളുണ്ടോ ഇതിൽ? ഇതിൽ അടുത്ത നടപടി എടുക്കേണ്ട ഹോട്ടലുകളും ലിസ്റ്റിൽ തന്നെ ഉള്ള ഹോട്ടലുകളുണ്ട്. അതെ. അത് തന്നെയാണ്. അതായത് പൂരം വരികയാണ്. ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ എത്തുന്ന ഒരു സ്ഥലം പൂര നഗരത്തിലേക്ക്. അപ്പോൾ അത്തരത്തിൽ തുടർച്ചയായി, അതായത് ഒന്നിലധികം തവണ ഇതിനു മുൻപും കോർപ്പറേഷൻ ഇത്തരത്തിൽ പരിശോധന നടത്താറുണ്ട്. റെഗുലറായി പരിശോധന ഉണ്ടാവണം. ആ പരിശോധനയിലൊക്കെ തന്നെ പിടികൂടിയ ഹോട്ടലുകളാണ് വീണ്ടും, അതായത് പിഴ ഈടാക്കി വിടുന്നു. അപ്പോൾ ആ ഹോട്ടലുകൾ വീണ്ടും അത്തരത്തിൽ ഒരു നിയമലംഘനം ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നത്. അതായത് ആ ഹോട്ടലുകൾ പൂട്ടാനുള്ള നടപടിയിലേക്ക് കോർപ്പറേഷൻ കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബേസിൽ ജോർജൊപ്പം തൃശൂർ കോർപ്പറേഷനിൽ നിന്നും കെ അഖിൽ, മീഡിയ 1.